ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോഹൻ, സ്ഥലത്തിന്റെ ഡീല് കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ മാഡം? ആ വസ്തു മറ്റൊരാൾ വാങ്ങി. മംഗലത്തുകാരുടെ കച്ചവടം കൊണ്ടുവന്ന് കൃഷ്ണയാണ്. ഇനി ഞാനെങ്ങനെ അവളുടെ മുമ്പിൽ പോയി ചെന്ന് നിൽക്കും? എന്നാലും നീ എന്തു പണിയാ കൃഷ്ണ കാണിച്ചേ? ആ കാശെന്തിനാ അവർക്ക് കൊടുത്തേ? നമ്മുടെ ടീം ജയിച്ച നിന്നോട് ആ കാശ് അമ്മയുടെ ചികിത്സയ്ക്ക് എടുത്തോളാൻ പറഞ്ഞല്ലേ? ആ ചേച്ചിയുടെ കരച്ചിൽ നീ കണ്ടില്ലല്ലോ. എത്ര പ്രതീക്ഷയോടെയാവും ആ ചേച്ചി അവിടെ കാത്തു നിന്നിട്ടുണ്ടാവുക. അത് നമുക്ക് കിട്ടിയില്ലാന്ന് കരുതിയാ മതി. പക്ഷെ ജയിച്ചു വന്ന ചെലവ് ചെയ്യാൻ ചേച്ചി പറഞ്ഞല്ലേ? ആരെ പറഞ്ഞത് ചെലവ് ചെയ്യില്ലാന്ന്? എടി, നമ്മുടെ എൽദോ ചേട്ടൻ വഴി ഒരു ഭൂമിയുടെ കച്ചവടം നടക്കുന്നുണ്ട്. അതിന്റെ ബ്രോക്കർ കാശ് ആരുടെ കയ്യിലേക്കാ വരുന്നേ? എന്റെ കയ്യിലേക്ക്. അതൊന്ന് കിട്ടട്ടെ മോളെ. ഞാൻ അമ്മയുടെ ചികിത്സയും നടത്തും, നിങ്ങൾക്കൊക്കെ ചെലവും നടത്തും. കൃഷ്ണേച്ചി, ആ അറിഞ്ഞോ? എന്താടാ? ആ എൽദോ ചേട്ടനെ കൃഷ്ണേച്ചിക്ക് പണി വന്നു. അയാൾ കൃഷ്ണേച്ചി അറിയാതെ അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. ശരിയാണോടാ? അതെ. ജാതകങ്ങൾ തന്നോളൂ. നവീൻ, എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തണേ. എന്താ സാറേ ഇങ്ങോട്ട് വരുന്ന സ്പീഡ് ബോട്ടൊക്കെ ഒഴിവാക്കിയത്? നവീൻ സാറിനെ കായലിന്റെ ബിസിനസ് സാധ്യതകളെ കുറിച്ചൊന്ന് പഠിക്കാനാ. ഓ, കായലിലെന്ത് ബിസിനസ് സാധ്യത? ഭൂമിയുടെ 2/3 ഭാഗം വെള്ളമാണ്. ഭൂമിയിലെ ഏറ്റവും ബിസിനസ് സാധ്യത വെള്ളത്തിൽ തന്നെ. ഓ, ജാതകം പറ്റിയിരിക്കുന്ന പെൺകുട്ടി മുമ്പോട്ട് വരിക. തറവാടിനെ ഗ്രസിച്ചിരിക്കുന്ന സകല പാപങ്ങളും ഇതോടെ ഇല്ലാതാവണമെന്ന് മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ച് ഹോമകുണ്ടത്തിൽ അർപ്പിച്ചോളൂ. അയ്യോ അയ്യോ മോളെ, അശുഭമാണല്ലോ സരസ്വതിയമ്മേ. തിരുമേനി, ജാതകം കത്തിപ്പോയിരിക്കുന്നു. ദോഷം ചെറുതല്ല. പരിഹാരങ്ങൾ ചെയ്യാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. പരിഹാരപൂജ നടക്കും വരെ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ജാഗ്രത വേണം. ഈശ്വര, കീർത്തിയുടെയും നവീന്റെയും ജാതകം ചേരില്ല എന്നാണെങ്കിൽ നവീന് ചേരുന്നൊരു പെൺകുട്ടിയെ എത്രയും വേഗം കാണിച്ചു തരണേ. ഹലോ. ഞാൻ കൊണ്ടുവന്ന കച്ചവടക്കാരെ ഒതുക്കി തനത് മറച്ചു വിറ്റല്ലേ? എന്റെ പൊന്നുമോളെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ എന്നോടൊന്നും ക്ഷമിക്ക്. താനിങ്ങോട്ട് കരയിലേക്ക് കയറുവാ. തനിക്കുള്ള സമ്മാനമായിട്ടേ ഞങ്ങൾ ഇവിടെ കരയിൽ കാത്തു നിൽക്കുന്നുണ്ട്. അയ്യോ, കാണിച്ച ചേട്ടാ, സാറേ, വെള്ളത്തിന്റെ ബിസിനസ് സാധ്യത എപ്പോഴാ മനസ്സിലാക്കിയത്? സാറേ, ഞാൻ പിന്നെ വന്നോളാം. നമുക്ക് പണി തന്ന ആൾക്കാരല്ലേ, തിരിച്ച് നമുക്കൊരു പണി കൊടുക്കണം. ഒന്ന് പേടിപ്പിച്ചു വിട്ടാ മതി. ചെല്ലു. അയ്യോ മക്കളെ, ചുമ്മാ
അയ്യോ, ഇത് പിടിച്ചേ. അയ്യോ, ഉത്തമ ജാതകമുള്ളൊരു പെണ്ണ് അയാളെ എന്തായാലും തേടി വരും. പക്ഷേ അയാൾക്ക് മുന്നിൽ തടസ്സങ്ങൾ ഏറെ ഉണ്ടാവും. പക്ഷേ ഈശ്വര നിശ്ചയം അവർ തമ്മിൽ ചേരാനാണെങ്കിൽ അയാളെ ബാധിച്ച സകല തടസ്സങ്ങളും ആ പെൺകുട്ടി മാറ്റിയിരിക്കും. മോഹൻ, സ്ഥലത്തിന്റെ ഡീല് കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? മാഡം, ആ വസ്തു മറ്റൊരാൾ വാങ്ങി. ഏ? ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് ധാരണയിലായതാണ്. പക്ഷെ അയാൾ നേരിട്ട് വന്ന് ഹൂസ് ദാറ്റ്? നവീൻ വർമ്മ, ഇത്തവണത്തെ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ. സാറേ, സാറേ, എന്റെ ദൈവമേ. സാറേ, സാറേ, സാറേ. സാറേ, കണ്ണോർക്ക്. സാറേ, 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 വല്ലതും പറ്റിയോ? താനത് എവിടെയായിരുന്നോ? ഞാൻ കരക്കടിഞ്ഞത് അവിടെയാ സാറേ. മംഗലത്തുകാരുടെ കച്ചവടം കൊണ്ടുവന്ന ഒരു പെങ്കൊച്ചിനെ കുറിച്ച് എൽദോ പറഞ്ഞിരുന്നു. ആ, അവളും പിള്ളേരുവാ ഈ പണി ഒപ്പിച്ചത്. ഒരു മിന്നായം പോലെ ഞാൻ അവളെ കണ്ടടോ. പക്ഷേ ഒരിക്കലും ഞാൻ അവളെ വിടില്ല. അവളെ എന്റെ കൈ കിട്ടും. ഈ കായൽ ഞാൻ ഒരിക്കലും മറക്കില്ല. അവളെ. ഭഗവാനെ, ഒന്നും പറ്റില്ലല്ലോ അയാൾക്ക്. പലയിടത്തും അയാൾ നമുക്ക് പുറകെ തന്നെയുണ്ട്. മാഡത്തിന്റെ സ്ഥാനമാണ് അയാളുടെ ലക്ഷ്യം. ഈ ബിസിനസ് മാൻ ഓഫ് ദി ഇയർ എന്നൊക്കെ പറയുന്നതേ ഒരു വർഷത്തെ ടേൺ ഓവർ ഒക്കെ കണക്കാക്കി അത് നിശ്ചയിക്കുന്നവരുടെ താല്പര്യം കൂടെ കണക്കിലെടുത്ത് തീരുമാനിക്കപ്പെടുന്ന ഒന്നാ. ബട്ട് സിത്താരയുടെ സ്ഥാനം അതുകൊണ്ടൊന്ന് മോഹിക്കാൻ പോലും ഈ ബിസിനസ് ലോകത്ത് ഒരുത്തനും വളർന്നിട്ടില്ല. നവീൻ വർമ്മ, എടുത്തിയാട്ടത്തിന്റെ പുതിയ പേരാ.